ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആരാണ് കടന്നു വരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. നിങ്ങളുടെ ലൈഫിലോട്ട് ആരാണ് കടന്നു വരാൻ പോകുന്നത്. ഓക്കെ, അതായത് ആരാണ് കടന്നു വരാൻ പോകുന്നതെന്ന് നോക്കുമ്പോൾ സ്വന്തം സന്തോഷത്തിന് വേണ്ടി, സ്വന്തം മനസ്സമാധാനം, സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി, സ്വന്തമായിട്ടുള്ള ഒരു സന്തോഷം കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷം കളഞ്ഞ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കുന്നുണ്ടാവില്ല, മെന്റലി അല്ലെങ്കിൽ ഫിസിക്കലി നിങ്ങൾ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നതായിരിക്കാം. ഇപ്പം നിങ്ങളുടെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും പഴയ പോലെയുള്ള സംസാരങ്ങളൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ മൗനയുദ്ധം നടത്തുന്നുണ്ട്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മിണ്ടുന്നില്ല, മൗനം കൊണ്ട് തോൽപ്പിക്കുന്നവർ. ചില ആളുകൾ അതൊന്നും എന്നെ കൊണ്ട് നടക്കുന്ന കേസല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തികൾ വഴക്കിന്റെ അപ്പുറം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രവർത്തികൾ, ആ പ്രവർത്തികളിൽ കൂടി ചിലപ്പോൾ അത് തല്ല്, അടി, പിടി അങ്ങനെയുള്ള പരിപാടികൾ അത് നടത്തിയിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ കാരണം ഏതാണെങ്കിലും യുദ്ധമാണ്. മൗനയുദ്ധമാണെങ്കിലും അല്ലെ ഇനിയിപ്പോൾ പ്രവർത്തികൾ വെച്ചുള്ള യുദ്ധമാണെങ്കിലും അങ്ങനെ യുദ്ധമായിട്ട് മാറി നിൽക്കുന്ന ആളുകൾ. കാരണം സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ കരുവാക്കി, സ്വന്തം ഇഷ്ടത്തിന് അല്ലെങ്കിൽ സ്വന്തം ആളുകൾക്ക് വേണ്ടി, സ്വന്തം സിറ്റുവേഷൻസിന് വേണ്ടി നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആളുകളെ ഒഴിവാക്കണമെന്ന് ഇത്തിരി വാശിയാണ്. ചിലപ്പോൾ നിങ്ങളെ സഹായിച്ച ആളുകളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ ഏതെങ്കിലും രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ കൂടെ ഉള്ളവരെ ആയിരിക്കാം. അവരെയൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. പക്ഷെ ഈ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും നിങ്ങൾ വിശ്വസിക്കണം. ഈ വ്യക്തി ഇങ്ങനെ ചാർട്ട് ചെയ്യും, ഇന്ന ആളുകളാണ്, അവരോടൊക്കെ നിങ്ങൾ നല്ല രീതിക്ക് നിൽക്കണം, അവരോടൊക്കെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം, അവർക്ക് നിങ്ങൾ സദ്യ കൊടുക്കണം, ബിരിയാണി കൊടുക്കണം, അവർക്ക് നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കണം, അവരെ എത്രത്തോളം സന്തോഷിപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം സന്തോഷിപ്പിക്കണം. അതേ രീതിയിൽ ഓപ്പോസിറ്റ് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഇട്ട് തരും. ഇന്ന ആളുകളോട് മിണ്ടരുത്, ഇന്ന പ്രവർത്തികളൊന്നും നിങ്ങളിൽ എനിക്കിഷ്ടമല്ല, അതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങളെ ഒരു കൂട്ടിൽ കെട്ടി ഇറിറ്റേഷൻ, മെന്റൽ സ്ട്രെസ്, ഇറിറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ ഏകദേശം ഒരു എന്താ പറയാ ഒരു ജീവിതത്തിന്റെ മെന്റൽ ബാലൻസ് നഷ്ടപ്പെടുത്തിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്തോട്ട് വരാനായിട്ടിരിക്കുന്ന ഈ വ്യക്തി. കാരണം മാനസികമായിട്ടുള്ള ദാരിദ്ര്യം നിങ്ങൾക്ക് നന്നായിട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഏറ്റവും വലിയ കാര്യം പട്ടിണിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മൾ മാനസികമായിട്ട് സന്തോഷം ഇല്ലാന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു ഡിപ്രഷനിൽ ഇരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിൽ അൽഫാമും ചിക്കനും ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്താ പറയാ നല്ലൊരു വളരെ രുചികരമായിട്ടുള്ള ഒരു സദ്യ ഇരുന്നാൽ പോലും നമുക്കത് കഴിക്കാനായിട്ടുള്ള ഇത് തോന്നില്ല. വളരെ സന്തോഷത്തിലിരിക്കുകയാണ്, കഞ്ഞിയും അച്ചാറും ആയിരിക്കും, അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അതാണ് അതിന്റെ ഡിഫറൻസ്. കാരണം മാനസിക ദാരിദ്ര്യം നന്നായിട്ട് തന്നിട്ടുണ്ട്. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ നല്ല രീതിക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. നിങ്ങളറിയാതെ അവരോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അവരെ എനിക്ക് വെളിച്ചമാണ് തരുന്നതെന്നുള്ള രീതിയിൽ നിങ്ങൾ അവരെ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മറ്റുള്ളതെല്ലാം ചുറ്റിനുള്ളതൊന്നും കാണൂല എന്നൊക്കെ പറയില്ലേ. ഈ ലോകത്തിനെ മുഴുവനും നിങ്ങൾ മാറ്റിക്കൊണ്ട് ഇവർക്ക് വേണ്ടി നിന്നു, ഇവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു, ഇവർക്ക് വേണ്ടി പല കാര്യങ്ങളും ത്യജിച്ചു. ആ ത്യജിക്കുന്ന കൂട്ടത്തില് നിങ്ങൾ
വളരെയധികം സ്നേഹിച്ച പല കാര്യങ്ങളും വിട്ടുകളഞ്ഞിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ പല കാര്യങ്ങൾക്കും എന്താണ് പല കാര്യങ്ങൾക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ ജോലിയുടെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. ചില വ്യക്തിബന്ധങ്ങളുടെ കാര്യങ്ങൾ ചില ആളുകൾ, ഈ വീഡിയോ കാണുന്ന ആളുകൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാം ഇവരുടെ ഒരു സന്തോഷത്തിന്, അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാവണ്ടല്ലോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട്. മനസമാധാനമാണ് നിങ്ങൾക്ക് വലുത്. അങ്ങനെയുള്ള ഒരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. ഒന്നല്ല, ഇത് കുടുംബവും കുട്ടികളും ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷനുണ്ട് ഒരു 70% ആളുകൾക്കും. അല്ലെങ്കിൽ നിങ്ങൾക്കായിരിക്കാം കുടുംബം ഉള്ളത്, അല്ലെങ്കിൽ കുട്ടികളുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വരാനിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലോട്ട് ഇപ്പോൾ വരാനിരിക്കുന്ന വ്യക്തിക്കായിരിക്കാം കുട്ടിയോ കുടുംബമോ ഉള്ളത്. അങ്ങനെയുള്ളൊരു കാര്യം കാണിക്കുന്നുണ്ട്. കാരണം വന്നു കഴിഞ്ഞാലും ഒരു സംസാരം കാര്യങ്ങളും ഉണ്ടെങ്കിലും പണ്ടത്തെ ചങ്കരം പിന്നെ എന്തെങ്കിലും എന്നുള്ള രീതിയിൽ ഇതൊരു പിന്നെ ഒരു വഴക്കിന്റെ പ്രശ്നത്തിലോട്ട് പോകാൻ ചാൻസ് കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഇഷ്ടങ്ങളെ യഥാർത്ഥത്തിൽ മാനിക്കുന്നില്ല. അതാണ് ഇവിടെ ഉള്ള ഒരു കാര്യം. നിങ്ങളുടേതായിട്ടുള്ള ഫീലിങ്സ് ചില കാര്യങ്ങളിൽ ഇവർ കാണാതിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിക്കണം. അവർ പറയുന്നതായിട്ടുള്ള പരിപാടികൾ നിങ്ങൾ മാനിക്കണം, പ്രയോറിറ്റി കൊടുക്കണം, പ്രവർത്തിക്കണം. അതെല്ലാം ആണെങ്കിലും ഓക്കെയാണ്. അതായത് അവര് തിരിക്കുമ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് തുള്ളുക, അങ്ങനെയുള്ള പരിപാടി. നിങ്ങൾക്ക് തുള്ളണമെങ്കിൽ തുള്ളാം, നിൽക്കണമെങ്കിൽ നിൽക്കാം. അതൊക്കെ നമ്മളുടേതായിട്ടുള്ള ഓരോ ആളുകളുടെയും താല്പര്യമാണ്. അങ്ങനെയുള്ളൊരു കാര്യം ഇവിടെ കാണിക്കുന്നുണ്ട്. പുറമേയുള്ള ആളുകളെ പറ്റി ഏത് നേരവും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുറമേയുള്ള ആളുകൾ ഒന്നല്ലാന്നുണ്ടെങ്കിൽ പുറമേയുള്ള ആളുകൾക്ക് ഈ വ്യക്തി പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാൻ പാടില്ല. അതും ഇതിൻ്റെ അകത്തൊരു വിഷയമായിട്ട് കാണിക്കുന്നുണ്ട്. ബ്ലാക്ക് മാജിക് എനർജി ഇവിടെ നല്ല രീതിയിൽ പ്രസന്റ് ആണ്. നിങ്ങൾക്കായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ബന്ധത്തിലായിരിക്കാം. അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഓക്കെ, നോക്കാം. എന്തായാലും ഒരു പുതിയ കാര്യങ്ങൾക്ക് വേണ്ടി ആണ് വരുന്നത്. മനസ്സിൽ കുറെ കാര്യങ്ങൾ, കണക്ക് കൂട്ടലുകളൊക്കെ നടത്തിക്കൊണ്ടാണ് വരുന്നത്. കുറച്ച് കണക്ക് കൂട്ടലുകൾ അവിടെ ഇവിടെ നടത്തുന്നുണ്ട്. അതന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. കണക്കുകൂട്ടൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതന്നെ പരിപാടികൾ, കണക്കൂട്ടലുകൾ കുറച്ച് പരിപാടികൾ നടത്തുന്നുണ്ട്. അപ്പൊ അതെന്താണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. കാരണം കണക്കൂട്ടലുകൾ കുറച്ച് പരിപാടി നിങ്ങൾക്കെതിരാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണോ, നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്രയിൽ നല്ലതാണോ എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കാരണം വരുന്നത് അധികം താമസിയാതെയാണ് വരുന്നത്. നിങ്ങൾക്ക് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, നല്ല കാര്യമാണ്. പക്ഷേ വീണ്ടും പഴയപടി പണ്ടത്തെ ചങ്കരം പിന്നെ എന്തെങ്കിലും എന്ന് പറയണ പോലെയുള്ള പരിപാടികളാണ് തരുവാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആലോചിക്കണം. കാരണം ഇവിടെ മൊത്തത്തിൽ മറ്റേ ചാക്കോ മാഷ് പോലും ഇത്രയും കണക്ക് കൂട്ടൂല. മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസ് ഇത്രയും ചെയ്യത്തില്ല. ആ കാൽക്കുലേഷൻസ് കുറെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മൈൻഡ്, കാരണം നിങ്ങളെക്കാളും നന്നായിട്ട് നിങ്ങളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡിനനുസരിച്ച് പ്രവർത്തിക്കാൻ, നിങ്ങളെ ഏത് രീതിയിൽ ആണ് അപ്രോച്ച് ചെയ്യേണ്ടത്, നിങ്ങൾ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ നിങ്ങളെ എങ്ങനെയൊക്കെയുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് പുതിയ കാര്യങ്ങൾക്ക് ഒരു തുടക്കം കുറിക്കാൻ പറ്റും. കാരണം നിങ്ങളെ കൊണ്ട് പല വിധത്തിലുള്ള ആവശ്യങ്ങൾ ഇവർക്ക് ഭാവിയിൽ വരുന്നുണ്ട്. നിങ്ങളുടെ പ്രസൻസ് ആവശ്യമുള്ള കാര്യങ്ങൾ, അപ്പൊ അതിന് നിങ്ങൾ ഒഴിവാക്കാൻ പറ്റത്തില്ല ചില കാര്യങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും നിങ്ങളുടെ ഒരു കാര്യം ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്, നിങ്ങളെ കൊണ്ടാണ് അതിൻ്റെ ആവശ്യം വരുന്നത്. ഫ്യൂച്ചറിൽ, നിയർ ഫ്യൂച്ചറിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 3-4 മാസങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കാം. നിങ്ങളെ കൊണ്ടുള്ള ഒരു പരിപാടി, നിങ്ങളുടെ ഒരു ഇപ്പൊ 99 ചാക്ക് നിറച്ചു, പക്ഷെ 100 ആകണമെന്നുണ്ടെങ്കിൽ ഒരു ചാക്കും കൂടി കയറണ്ടേ.
ആ 100 എന്ന് പറയുന്ന ഒരു അക്കം വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ആ ഒരു ചാക്ക് വെക്കേണ്ടി വരും. മനസ്സിലായോ? അങ്ങനെയുള്ള ഒരു കാര്യം കാണിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തൊരു ക്ലബ്ബുണ്ട്. ആ ക്ലബില് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പോ നടന്ന കാര്യം പറയണം. അപ്പൊ അവിടെ ക്ലബിൽ എപ്പോഴും ഇങ്ങനെ ക്യാരംസ് കളിക്കും. ഞാൻ പോയി ക്യാരംസ് കളിക്കും. അപ്പൊ ഞാൻ 4 സൈഡ് ഉണ്ടല്ലോ, ഈ 4 സൈഡിലും പോയിരുന്ന് ക്യാരംസ് കളിക്കും. അപ്പൊ അവിടെ ഇരുന്ന് ചേട്ടന്മാര് പറയും 5 ചാക്കാണേ എന്ന് പറയാം. അപ്പൊ എനിക്ക് മനസ്സിലാവൂല എന്താ 5 ചാക്കാണ് കേട്ടാ പറയും. അപ്പൊ ചാക്ക അതെന്താണ്? അതായത് ഞാൻ അവിടെ കളിക്കുന്നത് അവര് അതിൻ്റെ അകത്ത് കൂട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ കോയിൻസ് അടിക്കും, അവരതേ യഥാർത്ഥ സ്ഥാനത്ത് അവർ രണ്ടാമത് എടുത്ത് വെക്കും. പിന്നീട് എനിക്ക് മനസ്സിലായത് ചാക്കിന്റെ അർത്ഥമാണ് അതെന്താണ്. അങ്ങനെയുള്ള രീതിയിൽ നിങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുക. ഞാൻ 8 വയസ്സിലുള്ള 9 വയസ്സിലുള്ള കഥയാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ചാക്ക് നിങ്ങൾ ആകാതിരിക്കുക. നമ്മൾ എന്തിനാ അങ്ങനെ ആയിക്കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളുടെ വില എന്താണെന്ന് നമ്മളുടെ വില അറിയുന്ന, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു റെസ്പെക്റ്റ് തരുന്ന, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പ്രയോറിറ്റി തരുന്ന, നമ്മളുടെ ജീവിതത്തിന് തന്നെ പ്രയോറിറ്റി തരുന്ന, നമ്മളുടെ ഹാപ്പിനെസ് നോക്കണ്ടേ, അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രം നമ്മൾ നിൽക്കുക. അല്ലാത്തടത്ത് നമ്മൾ എന്താ പറയാ, വണ്ടിക്ക് തലവെക്കുന്ന പോലത്തെ സിറ്റുവേഷൻ ആയിരിക്കും. പല വണ്ടികളും വരുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്ത് സ്വന്തമായിട്ട് വേദനയും യാതനയും ഏറ്റുമേടിക്കാതിരിക്കുക. നല്ല വ്യക്തികളുടെ അടുത്താണെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോ 1000 വർഷം ഇഷ്ടമില്ലാത്ത, നമുക്ക് ഇറിറ്റേഷൻ തരുന്ന വ്യക്തികളുടെ കൂടെ ജീവിക്കുന്നതും ഒരു നിമിഷമെങ്കിൽ ഒരു നിമിഷം നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് ഒരു നല്ല മെമ്മറി തരുന്ന, നമ്മളുടെ മനസ്സിനൊരു ഉണർവ്, ഒരു പോസിറ്റീവ്, ഒരു നല്ലൊരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ മനസ്സറിഞ്ഞ് നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന വ്യക്തികളുടെ കൂടെ നിൽക്കുക. എന്നും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെയുള്ളവരാണോ, എല്ലാം പ്യൂരിറ്റി ആയിട്ട് തന്നെയാണോ വരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. കാരണം ഈ വ്യക്തി ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ പോകുന്നുണ്ട്, പല കാര്യങ്ങളും നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ട്രഡീഷണൽ പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് പോകുന്നത്. ഓക്കെ, അത് നമ്മളിപ്പോൾ ട്രഡീഷണൽ ആയിട്ട് ഇപ്പോൾ അമ്പലത്തിൽ പോയി നമ്മൾ കുറെ പ്രാർത്ഥിച്ചു, പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചു, എന്നിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ എന്താ പറയാ, മറ്റുള്ളവരെ തല്ലുകയും മറ്റുള്ളവർ ചതിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പ്രാർത്ഥനയിൽ കാര്യമില്ല. ഓക്കെ, അപ്പൊ ഒന്നല്ലെങ്കിൽ ഇവരായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെയുള്ള വ്യക്തികളായിരിക്കാം ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നുണ്ട്. ട്രഡീഷണൽ ആയിട്ട് പോയിട്ട് ഞാൻ ട്രഡീഷണൽ ആണ്, ഞാൻ 4 നേരവും പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാനസികമായിട്ടുള്ള സ്ട്രെസ് പുറത്തു കൊടുക്കുന്ന പരിപാടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക, ഈ വ്യക്തി വന്നാൽ എനിക്ക് ഗുണമാണോ ദോഷമാണോ, ഞാൻ എടുക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോ അല്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.